ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വ്യക്തി നിങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ മറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു എനർജിയാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം. അതായത് ഈ പേഴ്സന്റെ എനർജിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ് എനർജി ഇവിടെ ഗാർഡൻ ആണ്. സംതിങ് ലവ്ലി വിൽ ഗ്രോൺ ഫ്രം ദിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇപ്പൊ ഇവിടെ ഒരു ലേഡീനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പൂവാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പൂവ് ആ ഒരു എന്താ പറയാ വിത്തുകളോട് കൂടി നട്ടുപിടിപ്പിച്ച് അത് വലിയൊരു ഇതായി മാറുന്നു, വലിയൊരു ചെടിയായിട്ട് മാറുന്നു. അപ്പൊ തീർത്തും അത് നമ്മൾ അതിനെ പരിപാലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെ നല്ല രീതിക്ക് പരിപാലിച്ച് വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവും കൂടിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഈ വ്യക്തി ആയിരിക്കാം. അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഈ വ്യക്തി ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സണ് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലാതെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത് എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആദ്യമേ തുടങ്ങി വെച്ചിട്ടുള്ളത്. പക്ഷെ അതൊരു പക്ഷെ ഒരു ആവേശത്തിന്റെ പുറത്തായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആവേശമെല്ലാം അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ ഒരു അട്രാക്ഷൻ ആയിരിക്കാം, ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടാകാം. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ പുതുമ നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ഈ പേഴ്സൺ പുറകിലേക്ക് വലിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും ദെൻ നിങ്ങൾ അതിനെക്കുറിച്ച് ഈ പേഴ്സണോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഈ അവസ്ഥ ഇങ്ങനെ വരാനായിട്ടുള്ള കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ കൊണ്ട് മാത്രമാണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. ഓക്കെ, അതായത് ഇപ്പൊ പലപ്പോഴും ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളോട് എന്താ പറയാ നിങ്ങളെ കുറ്റപ്പെടുത്താനാണ് ഈ പേഴ്സണ് എപ്പോഴും ഉത്സാഹം. നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് പറയാനാണ് ഈ പേഴ്സൺ എപ്പോഴും ഉത്സാഹം. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ മനസ്സിലാക്കുകയും അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയായിട്ട് തന്നെ പുതിയൊരു തുടക്കം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഫുൾ മൂൺ ഇൻ പൈസസ് ആണ്. തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു വാട്ടർ സൈൻ ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഏത് എനർജിയിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ മൂൺ ആണ്. അപ്പൊ ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വാട്ടർ സൈൻ എന്ന് പറയുന്നത് ലോട്ട്സ് ഓഫ് ഇമോഷൻസ്, അതുപോലെ ഒരു എന്താ പറയാ ഒരു മെന്റൽ അറ്റാച്ച്മെന്റ്, അതുപോലെ ഫിസിക്കൽ അട്രാക്ഷൻ, അതുപോലെ വളരെയധികം ഇമോഷണൽ, പെട്ടെന്ന് കരച്ചിൽ വരിക, ഭയങ്കരമായിട്ട് മെന്റൽ അറ്റാച്ച്മെന്റോട് കൂടി സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഫുൾ മൂൺ എന്ന് പറയുന്നതും അതുപോലെ വാട്ടർ സൈൻ എന്ന് പറയുന്നതും. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം ഫോർഗീവ് ചെയ്യാനാണ് അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു ക്ഷമ വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾക്ക് ക്ഷമ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന് ക്ഷമിച്ചു കൊടുക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ക്ഷമ ഉറപ്പായിട്ടും വേണം എന്നുള്ള ചിന്ത ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ മൂൺ ദിവസങ്ങളിലാണ്. അത് സോഡിയാക് അലൈൻമെന്റ് പ്രകാരം വാട്ടർ സോഡിയാക് സൈനിലൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, വാട്ടർ എലമെന്റിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ചിലപ്പോൾ അത് ഒറ്റയ്ക്കിരുന്ന് കരയുന്നതായിരിക്കാം, വളരെയധികം അസ്വസ്ഥമാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരും തന്നെ ഈ പേഴ്സണെ ആശ്വസിപ്പിക്കാനില്ലായിരിക്കാം. അപ്പൊ എല്ലാം കൊണ്ടും ഈ വ്യക്തി വളരെയധികം ഉൾവലിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ക്ഷമാപണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു ക്ഷമിച്ചു കൊടുക്കുക, ഈ വ്യക്തിയുടെ തെറ്റുകളെ പുറത്തു കൊടുക്കുക എന്നുള്ളൊരു വൈബ്രേഷൻ ആണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാട്ടർ സൈൻ ആണ് ഏറ്റവും കൂടുതൽ ഈ പേഴ്സന്റെ എനർജിയിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ടേക്ക് എ ചാൻസ് ഓൺ ദം എന്നാണ്. ഉറപ്പായിട്ടും ഈ വ്യക്തി എന്താന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒരു ചാൻസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
അതായത് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഇനിയും ഒരു അവസരം കൂടി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം, അത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കും, അതിലൂടെ ഈ പേഴ്സൺ ശരിയാക്കി എടുത്തോളാം എന്നുള്ളൊരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതായത് ആദ്യം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ റിലേഷൻഷിപ്പ് എവിടേക്കോ നിന്നുപോയി, നിലംപതിച്ചു പോയി. അപ്പോൾ അതിൽ നിന്നും ഈ പേഴ്സൺ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു രണ്ടാമത്തെ ചാൻസ് ആഗ്രഹിക്കുകയും ആ ചാൻസ് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് യാതൊരു തെറ്റുകളും കൂടാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണോ, പിടിവാശികൾ എന്തൊക്കെയാണോ, അതെല്ലാം സെലക്ട് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ എന്നാണ്. ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ലാസ്റ്റ് ക്വാർട്ടർ ആണ്, അതായത് ഈ ഒരു ചന്ദ്രന്റെ അവസാന പാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു എനർജി തീരാറായിരിക്കുന്നു. അതായത് ഇതൊരു പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനോ വെളിപ്പെടുത്താനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. പേടി കൊണ്ടായിരിക്കാം, നാണം കൊണ്ടായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ അറിയാത്തതും കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിഗൂഢ രഹസ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും മൂണിന്റെ അവസാന പാദത്തിന്റെ ആ ഒരു എനർജി വന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇത്തരം കാര്യങ്ങളുടെ ഊർജം, എനർജി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സണ് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ആ തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്നു, നിലം പതിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ആ ശത്രുക്കളുടെയും തേർഡ് പാർട്ടിയുടെയും എനർജി കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നു. അതായത് എന്ത് കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു കാലാവധി ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനും ശക്തമായിട്ടുള്ള ഒരു കാലാവധി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ആ കാലാവധി തീരാറായി എന്നാണ് ഈ ഒരു എനർജിയിലൂടെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ അത് ചെറിയൊരു കഥ പോലെ, ചെറിയൊരു സ്റ്റോറി പോലെ ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു സിമ്പിൾ ആയിട്ട് അത് പറയുമായിരിക്കാം. ഓക്കെ, അത് ചിലപ്പോൾ പറയാൻ സാധ്യത കുറവാണ്. പക്ഷെ എങ്കിൽ പോലും പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഒത്തന്റിക് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതുപോലെ ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. അതെ, തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള ആത്മാഭിമാനത്തെയും എനർജിയെയും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളത്. അതായത് നിങ്ങളായിട്ടല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന, നെഗറ്റീവ് എനർജീസ് സ്പ്രെഡ് ചെയ്യുന്ന വേറെ ആൾക്കാരുടെ സാന്നിധ്യവും കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഒരുപക്ഷെ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സണ് പല സാഹചര്യങ്ങൾ കൊണ്ട് കൂട്ടുകൂടേണ്ടി വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ മണി ഡീലിങ്സ് ഉണ്ടാകാം. തേർഡ് പാർട്ടി ഈ പേഴ്സണെ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാകാം. സോ അതിൻ്റെയൊക്കെ പേരിൽ ഈ വ്യക്തിക്ക് വളരെയധികം എന്താ പറയാ, ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ അപ്പോൾ ഒരു തേർഡ് പാർട്ടിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ തേർഡ് പാർട്ടി വളരെയധികം ടോക്സിക് ആണ്, നെഗറ്റീവ് ആണ്. ഈ പേഴ്സന്റെ എനർജി കംപ്ലീറ്റ്ലി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒന്ന് ചാർജ് ആകണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളായിട്ടുള്ള കണക്ഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെ ഐശ്വര്യം എന്നും നിങ്ങൾ തന്നെയാണ് പോസിറ്റീവ് എനർജി എന്നും ഈ പേഴ്സൺ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന കണക്ഷൻസിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പേഴ്സൺ തേർഡ് പാർട്ടി ആയിട്ട് കൂടെ നിൽക്കുന്നത്, ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മണി മാറ്റേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നു, ബാധ്യതകൾ തീർക്കുന്നു, അവരായിട്ടുള്ള കണക്ഷൻ നിർത്തുന്നു.
മനസ്സിലായോ? അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബൗണ്ടറീസ് ആണ്. അതായത് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല സാഹചര്യത്തിലും ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയായിരുന്നു. കാരണം നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒട്ടും തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. താൻ സ്നേഹിക്കുന്ന, ജീവന തുല്യം സ്നേഹിക്കുന്ന വ്യക്തി തന്നെ അകറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അതൊരു ഇതാകുന്ന ഒരു കാര്യമല്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് വളരെയധികം ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാകാം. ഈ പേഴ്സണും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും അത്തരം ബൗണ്ടറീസ് എടുത്തു മാറ്റാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളായിട്ട് ഒരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത് പോലും ഒരു വല്ലപ്പോഴും ആയിരിക്കാം. ചിലപ്പോൾ വല്ലപ്പോഴും ആയിരിക്കാം ഈ പേഴ്സൺ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ വരുന്നത്, സംസാരിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഇത്ര കറക്റ്റ് സമയം വെച്ചിട്ടുണ്ടാകാം, ആ ഒരു സമയത്ത് മാത്രമേ ഈ പേഴ്സൺ നിങ്ങളായിട്ട് സംസാരിക്കുള്ളൂ എന്നിങ്ങനെയുള്ള വളരെയധികം ലിമിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോകുന്നു. അങ്ങനെ എന്തെങ്കിലും ബൗണ്ടറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നൊക്കെ ഈ പേഴ്സൺ അതിനെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് ഇവിടെ വളരെയധികം ഓപ്പൺ ആയിട്ടുള്ള എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രീ ആയിട്ടുള്ള എനർജി, സ്വാതന്ത്ര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ഡെസ്റ്റിനിയാണ്. ദ റിയൂണിയൻ വിത്ത് യുവർ ടിൻ ഫ്ലെയിം ഇസ് എ ഡെസ്റ്റൈൻഡ് ഇവന്റ്. ഇവിടെ പലവരും ടിൻ ഫ്ലെയിം ജേർണിയിലായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്ന് കരുതി എല്ലാവരും ടിൻ ഫ്ലെയിം ജേർണിയിലാണെന്നല്ല, ബട്ട് സ്റ്റിൽ ഇവിടെ ടിൻ ഫ്ലെയിം ജേർണി കാണിക്കുന്നുണ്ട്. പ്ലസ് വളരെയധികം സോൾമേറ്റ് കണക്ഷൻ അതും നമുക്കിവിടെ വൈബ് ചെയ്യുന്നുണ്ട്. എന്തു തന്നെ ആയാലും നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സണ് ഡെസ്റ്റിനിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ഓക്കെ, ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും നിങ്ങളെ തന്നെയാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സൺ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളിലേക്ക് അത്രയും പ്രാധാന്യം ഈ പേഴ്സൺ ഒരുപക്ഷെ തന്നിട്ടില്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, ഡെസ്റ്റിനൈഡ് പാർട്ട്ണർ എന്നാണ് കാണിക്കുന്നത്. ഓവറോൾ എനർജി നമുക്ക് നോക്കാം. സേക്രഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, അപ്രിസിയേഷൻ ആൻഡ് പ്രെയർ ആണ്. ഉറപ്പായിട്ടും ഇവിടെ പ്രാർത്ഥന തന്നെയാണ് കത്തിജ്വലിച്ച് നിൽക്കുന്നത്. പ്രാർത്ഥനയുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത്, അതിന്റെ വൈബ്രേഷൻ ഏറ്റവും വലുതായിട്ട് തന്നെയാണ് കാണുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും മാനിഫെസ്റ്റേഷന്റെയും ഫലമായിട്ട് തന്നെയാണ് നമുക്കിതിലൂടെ വ്യക്തമായിട്ടും കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഈ പേഴ്സണ് പലതരത്തിലുള്ള തിരിച്ചറിവുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിലെ ഇല്ലായ്മകളും പോരായ്മകളും എന്തൊക്കെയാണോ അത് കംപ്ലീറ്റ് ആയിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. കർമ്മ കിട്ടിയിട്ടുണ്ട്. ആൽക്കഹോളിക് അഡിക്ഷൻ, മേ ബി തേർഡ് പാർട്ടി ആയിട്ടൊക്കെ മേ ബി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകാം. ബ്ലാക്ക് മാജിക് എഫക്റ്റ് വന്നിട്ടുണ്ടാകാം. സ്കോർപിയോ സോഡിയാക് സൈൻ, സ്കോർപിയോ ആണ് ഇത് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടിയത്. ഫിയർ, പേടി കാണിക്കുന്നു. 2005, 2008, 2020 അതൊക്കെ നിങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്ത വർഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജനന വർഷമായിരിക്കാം. 1997 ടു ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ലവ്. യെസ്, പ്രണയത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ അന്നും ഇന്നും ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം. ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.